MESന്റെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ പി എ ഫസൽ ഗഫൂർ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന MESന്റെ മറ്റ് ഭാരവാഹികൾ, വിശിഷ്ട വ്യക്തികൾ, അധ്യാപകരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥിനികളൊക്കെ പുറകിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടാണ് MESന്റെ ഒരു പരിപാടിയിൽ ഔദ്യോഗികമായിട്ട് പങ്കെടുക്കുന്നത്. അത് ഈ കോളേജിൽ ഈ മഹനീയമായിട്ട് ചടങ്ങിലാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രചോദനം 2026. ഈ പ്രദേശത്ത് വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥിനികളെയൊക്കെ ആദരിക്കുവാനായിട്ടുള്ള ഒരു ചടങ്ങാണ്. ഇപ്പോൾ വളരെയധികം സന്തോഷം. ഈ മികച്ച വിജയം കൈവരിച്ച, ഈ നാടിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യമേ തന്നെ അർപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏത് ചടങ്ങിൽ പോയി വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞാലും ഡോക്ടറെ നോക്കുമ്പോൾ കൂടുതലും കാണുന്നത് വിദ്യാർത്ഥിനികളായിരിക്കും. ആൺകുട്ടികളെ കാണൽ കുറവാണ്. ആൺകുട്ടികളുണ്ട് ഇടയ്ക്ക്, പക്ഷെ കൂടുതലും പെൺകുട്ടികളാണ്. നമ്മൾ ഏത് പരിപാടിയിൽ പോയി നോക്കിയാലും, ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പോയി. സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് സെക്രട്ടറിക്ക് അറിയാലോ, ഒരു കാലത്ത് ഡോക്ടർക്ക് അറിയാം. ബോയ്സ് കോളേജായിരുന്നു. ഇപ്പോൾ അത് മിക്സഡായിട്ട് കോയഡാക്കിയിട്ട് ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അവിടെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ മലബാറിൽ ഉൾപ്പെടെ ഈ ഒരു ട്രെൻഡ്, പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് പുലർത്തി വരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ ഒരു കാലത്ത് SSLC +2 അല്ല 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ പണ്ട് മന്ത്രി റാങ്ക് പ്രഖ്യാപിക്കുന്നു, മന്ത്രിമാർ പോയി അഭിനന്ദിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ എപ്പോഴും അത് പെൺകുട്ടികളായിരിക്കും കൂടുതലും റാങ്ക് കരസ്ഥമാക്കുക. അത് കഴിഞ്ഞ് സിവിൽ സർവീസിൻ്റെ പരീക്ഷയുടെ റാങ്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് വരുമ്പോൾ പെൺകുട്ടികൾ ആരും ഉണ്ടാവില്ല, ആൺകുട്ടികൾ മാത്രമായിരിക്കും. ഇപ്പോഴത്തെ പ്രത്യേകത, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ പരിശോധിക്കുകയാണ്, സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്നാലും എഞ്ചിനീയറിങ്ങിൻ്റെ വന്നാലും അവിടെയും റാങ്ക് കരസ്ഥമാക്കുന്നതിൽ കൂടുതലും ഇപ്പോൾ പെൺകുട്ടികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ്. പലതരത്തിലുള്ള പോരായ്മകളും കുറവുകളും ഒക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. സാമ്പത്തികമായും സാമൂഹികമായും ഏരിയ തിരിച്ചുമൊക്കെ നമുക്ക് പലതരത്തിലുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള എല്ലാ കുറവുകളെയും അതിജീവിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള അടിസ്ഥാനപരമായ മാർഗം മികച്ച വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് എ ഗ്രേറ്റസ്റ്റ് ഈക്വലൈസർ. സമൂഹത്തിൽ നമ്മുടെ എല്ലാ പരിമിതികളെയും അതിജീവിച്ച് തുല്യത കൈവരിക്കുവാനും ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയർന്നു വരാനും ഒക്കെ നമുക്ക് വിദ്യാഭ്യാസം വഴി സാധ്യമാകുന്നു എന്നുള്ളതാണ്. ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് MES പോലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളം വിദ്യാഭ്യാസ രംഗത്ത്, ഇവിടെ ഡോക്ടർ പറഞ്ഞത് സത്യമാണ്. ഞാനും ദീർഘകാലം 10-12 കൊല്ലക്കാലം വടക്കേന്ത്യയിൽ ജീവിച്ച ഒരാളാണ്. അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം നന്നായി ഞാൻ മനസ്സിലാക്കുന്നു, നന്നായിട്ടറിയാം. കേരളം എല്ലാ കാലത്തും വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിലാണ്, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. അത് സാധ്യമായത് ഇവിടെ സർക്കാരുകൾ വിചാരിച്ചിട്ട് മാത്രമല്ല. ഇവിടെ ഐക്യകേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് മുതൽ തന്നെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പിലാണ്. അത് സാധ്യമായത് ഇവിടെയുള്ള വിവിധ മാനേജ്മെൻറ്റുകളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒക്കെ സർക്കാരിനോട് ചേർന്ന് നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിൽ ക്രൈസ്തവ മാനേജ്മെൻ്റ് ഉണ്ട്, SNDP ഉണ്ട്, NSS ഉണ്ട്, MES ഉണ്ട്. അതിൽ സുപ്രധാനമായ പങ്ക് MES വഹിക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമുക്ക് ഇവിടെ ഡോക്ടർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കേരളത്തിന് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്ന മേഖല വിദ്യാഭ്യാസമാണ്. കേരളത്തിനുള്ള ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. കേരളത്തിന് നമുക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ഉള്ളതുപോലെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റാൻ കേരളത്തെ വിചാരിച്ചാൽ സാധിക്കില്ല. കേരളത്തിൽ ഇവിടുത്തെ നമുക്ക് ലാൻഡിൻ്റെ സ്കേഴ്സിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി, എവിടെ പോയാലും ആളുകൾ തിങ്ങിപ്പാർക്കുന്നു, പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ, ലാൻഡ് നമുക്ക് അവൈലബിളേ അല്ല. ഒരു പഞ്ചായത്തിൽ, ഞാൻ ഇന്ന് ഈ പഞ്ചായത്തിലൂടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് പോയാൽ പഞ്ചായത്ത് ദിവസം കുടുങ്ങും. കാരണം ഒരു 10 സെൻറ്റ് സ്ഥലം എടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ ഹബ്ബാകുക എന്ന് പറയുന്നത് പരിമിതിയായിട്ടുള്ള, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് ഇപ്പോൾ കർണാടകയോ തമിഴ്നാടിനെയോ അപേക്ഷിച്ച് സാധിക്കില്ല.
ഞാൻ കഴിഞ്ഞ ദിവസം കർണാടകയിൽ പോയപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് DK ശിവകുമാർ പറഞ്ഞത്, മുഖ്യമന്ത്രി അദ്ദേഹം ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവർ 50,000 ഏക്കറാണ് എടുക്കുന്നത്. അവർ രാജ്യത്തെ ഒരു AI സിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. 50,000 ഏക്കർ. ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. നമുക്ക് 50,000 ഏക്കർ എന്ന് പോയിട്ട് നമുക്ക് 50 ഏക്കർ എടുക്കണമെങ്കിൽ ഇവിടെയുള്ള പാടത്ര നമുക്കറിയാം. ഞാനിത് പറഞ്ഞത്, പക്ഷേ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തും മറ്റേത് സംസ്ഥാനത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ഡെവലപ്മെന്റ് നടത്താനും എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് ആണ് കേരളം നേരിട്ട ഒരു പ്രശ്നം. അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടായേ തീരും. ഇവിടെ MESന്റെ ഒക്കെ നല്ലൊരു മോഡലാണ്. MESന്റെ മോഡൽ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു മോഡലാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, പല മാനേജ്മെന്റുകളും ഈ സർക്കാർ സഹായത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. അധ്യാപകരെ കൊടുക്കണം, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം, മറ്റ് സൗകര്യങ്ങളെല്ലാം കൊടുക്കണം. ഇതൊന്നും കൂടാതെ തന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ മോഡൽ വളരെ സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ട് നടത്താമെന്ന് MES കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ അധികാരത്തിൽ വന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയാലും ഞങ്ങളെല്ലാവരും കേരളത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തണം എന്ന ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കുട്ടികൾ പുറത്തു പോവാണ്. കേരളം ഹയർ എഡ്യൂക്കേഷന് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഇത്രയും മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് നമ്മൾ എപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ വിദ്യാർത്ഥിനെ നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? നമ്മൾ സംസാരിക്കുന്നത് ഇവിടുത്തെ വലിയ എന്താ പറയുന്ന കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കോളേജുകളെ, ഇപ്പോൾ CET-നെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോളേജുകളെ കുറിച്ചൊന്നും അല്ല പറയണം. ഞാൻ കർണാടകയിൽ പോയി നോക്കൂ. കർണാടകയിൽ പോയി നിങ്ങൾ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജ് ഒന്നും നോക്കണ്ട. അതൊക്കെ വലിയ പ്രമാദമായ കോളേജ്, യൂണിവേഴ്സിറ്റിയൊക്കെയാണ്. ഈ മൈസൂരിൽ, തൊട്ടപ്പുറത്ത് മൈസൂരിൽ പോയി നോക്കിയാൽ, മൈസൂരിലെ ഒരു കോളേജിൽ ഇപ്പോൾ ഒരു ചുരുങ്ങിയ ഒരു 5-6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. കോയമ്പത്തൂർ പോയാൽ കാണാൻ പറ്റും, ഈറോഡിൽ പോയാൽ കാണാൻ പറ്റും. പക്ഷേ കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് എടുത്ത് നോക്കിയാൽ അവിടെ ഒരൊറ്റ വിദ്യാർത്ഥിനെ നമുക്ക് പുറത്ത് കാണാൻ കഴിയില്ല. ഈ പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ, ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മലയാളി കുട്ടികൾ അവിടെ പോയി പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് ഒരാൾ വരില്ല. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇത് എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യം? ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇവിടെ കുട്ടികൾ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആവാം, അതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റി എന്ന് പറയും. സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ഞാൻ ഇത് പറയാൻ കാരണം, ഡോക്ടർ പുറത്ത് പഠിച്ചതാണ്, ഞാൻ പുറത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഹൈദരാബാദിലും JNUവിലും ഒക്കെ പഠിച്ചതാണ്. നമ്മുടെ ഒരു ക്ലാസ് മുറി 50 പേരുടെ ക്ലാസ് മുറിയിൽ ഹൈദരാബാദിലും ഞാൻ JNUവിലൊക്കെ ചെല്ലുമ്പോൾ ഒരു 50 പേരുടെ ക്ലാസ് മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 20 സംസ്ഥാനത്തെ ആളുണ്ടാവും, കുട്ടികളുണ്ടാവും. അത് നമുക്ക് നൽകുന്ന ഒരു എക്സ്പോഷർ ചെറുതല്ല, നമുക്ക് കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വളരെ വലുതാണ്. അപ്പം നമുക്ക് കേരളത്തിന് ഒത്തിരി സാധ്യതകളുണ്ട്. നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, പക്ഷേ നമുക്ക് ഇങ്ങോട്ടേക്ക് ആളുകളെ, വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി കേരളത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഗവൺമെന്റ് മാത്രം വിചാരിച്ച് നടക്കൂല. അതിൽ MES ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടിയിട്ടായിരിക്കും നമുക്ക് അത് നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ. നമുക്ക് ഞാൻ പറഞ്ഞോളൂ, കീമിൽ നമുക്ക് പരിഷ്കാരങ്ങൾ ആവശ്യമായിട്ടുണ്ട്. നമുക്ക് KMAT-ൽ നമുക്ക് പരിഷ്കാരം ആവശ്യമായിട്ടുണ്ട്. കീമിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യം, ഇപ്പോഴും അലോട്ട്മെന്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ജൂലൈ മാസം കഴിയാൻ പോയി, ഇതുവരെ അലോട്ട്മെന്റ് തീർന്നിട്ടില്ല. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ തന്നെ കുട്ടികൾ ഓൾറെഡി പോയി അവിടെ അപ്പുറത്ത് പോയി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അവിടെ തമിഴ്നാട്ടിലും കർണാടകയിലും പോയി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അവിടെ ക്ലാസ് തുടങ്ങി. നമ്മളിവിടെ അഡ്മിഷൻ പ്രോസസ്സ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളെക്കാൾ കൂടുതൽ സീറ്റ് ഇവിടെ ഉണ്ട്. കീമിന് പരീക്ഷ എഴുതുന്ന, അപ്ലൈ ചെയ്യുന്ന കുട്ടികളെക്കാൾ കൂടുതൽ സീറ്റ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് സീറ്റുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നടത്തിയ ആളുകളെ അലോട്ട്മെന്റും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ്, സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ ആയിട്ട് നീട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ വളർന്നു വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ KMAT-ൽ ഉൾപ്പെടെ, എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ, അലോട്ട്മെന്റ് എല്ലാം കഴിയും, നമ്മളൊരു 3 അലോട്ട്മെന്റും കഴിഞ്ഞ് സ്പോട്ട് അലോട്ട്മെന്റും കഴിയുമ്പോൾ സീറ്റ് ബാക്കിയാവും, സീറ്റ് കാലിയായിട്ട് കിടക്കും. അപ്പോൾ ഗവൺമെന്റ് പറയും, ഇതെല്ലാം ലാസ്റ്റ് സീറ്റാക്കി നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോളൂ എന്ന് പറയും. കീമില്ലാത്തവർക്കും കീം എഴുതാത്തവർക്കും പിന്നെ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ എന്ന് പറയും. അതെപ്പോഴാ? ഓഗസ്റ്റ് മാസം പകുതിയായി കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ വരാൻ ആരും ഉണ്ടാവില്ല. ഈ ആളുകളൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കാശ് കൊടുത്തിട്ടുണ്ടാവും. വേറെ ഇവിടെയൊക്കെ കൊണ്ട് കാശ് കൊടുത്തതിന് ശേഷം കുട്ടികളെ സംബന്ധിച്ച് അഡ്മിഷൻ്റെ ഫീസൊക്കെ കൊടുത്ത്, ഹോസ്റ്റൽ ഫീസും ഒക്കെ കൊടുത്തിട്ട് പിന്നെ തിരിച്ചു വരിക എന്ന് വെച്ചാൽ സാധിക്കില്ല. അപ്പം നമ്മൾ ഈ ഷെഡ്യൂൾ ഉൾപ്പെടെ മാറ്റും അടുത്ത വർഷത്തേക്ക്. ഈ വർഷത്തെ ഷെഡ്യൂളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലായിരുന്നില്ല. ഈ വർഷത്തെ ഷെഡ്യൂളൊക്കെ
ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ പ്രോസ്പെക്ടസ് തയ്യാറാക്കി പ്രഖ്യാപിച്ച ഷെഡ്യൂളാണ്. നമുക്ക് പിന്നെ ആ ഷെഡ്യൂൾ ഫോളോ ചെയ്യാതിരിക്കാൻ നമുക്ക് നിർവാഹം ഉണ്ടായില്ല. അതനുസരിച്ചിട്ടാണ് ഇത്തവണ പോയിരിക്കുന്നത്. വരും വർഷത്തേക്ക് നമ്മൾ ഈ ഷെഡ്യൂൾ തന്നെ നമ്മൾ പൊളിച്ചെഴുതും. ഈ സിസ്റ്റം തന്നെ നമ്മൾ കുറേ മാറ്റി എഴുതും. നമുക്ക് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെ പിള്ളേരെ പുറത്തേക്ക് പറഞ്ഞു വിടാമെന്ന് ഗവേഷണം നടത്തി ഉണ്ടാക്കിയ സിസ്റ്റമാണ് നമുക്കിവിടെ ഉള്ളത്. എങ്ങനെ കുട്ടികളെ ഇവിടുന്ന് പുറത്തു വിടാമെന്നുള്ളതിന് ഗവേഷണം നടത്തി ഉണ്ടാക്കിയിട്ടുള്ള കുറേ സിസ്റ്റംസ് നമുക്കിവിടെ ഉണ്ട്. ആ സിസ്റ്റംസിൽ നമുക്ക് മാറ്റങ്ങൾ വരണം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു എക്കോണമി വെറുതെ ചെറുതല്ല. ഞാൻ എക്കണോമിക്സ് പഠിച്ച ആളും കൂടിയാണ്. ഉദാഹരണം ഡോക്ടർ മെഡിക്കലിൻ്റെ കാര്യം പറഞ്ഞു. 10,000-ഓളം നഴ്സിംഗ് സീറ്റുകളാണ് കേരളത്തിലുള്ളത്. 50,000-ഓളം വിദ്യാർത്ഥികളാണ് ഒരു വർഷം കേരളത്തിൽ നിന്ന് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പുറത്തു പോകുന്നത്. പുറത്തുനിന്ന് വെച്ചാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഒറീസ, ആന്ധ്ര. 10 ലക്ഷം രൂപ വെച്ച് ഒരു വിദ്യാർത്ഥി ശരാശരി മുടക്കുന്നു എന്ന് വിചാരിക്കാം. 10 എന്ന് പറയുന്നത് ചെറിയ എസ്റ്റിമേറ്റാണ്, മറ്റേ മിനിമം എസ്റ്റിമേറ്റാണ്. 10 ലക്ഷം രൂപ വെച്ച് 50,000 വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 5,000 കോടി രൂപയായി കേരളത്തിന് പുറത്തേക്ക് പോണത്. അവിടെയുള്ള ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളെ വെച്ചിട്ടാണ് എവരി ഇയർ. അതായത് ഈ കേരളത്തിന് പുറത്തുള്ള ഈ സ്ഥാപനങ്ങൾ പലതും, പല എഞ്ചിനീയറിംഗ് കോളേജുകൾ, മാനേജ്മെൻറ്റ് കോളേജുകൾ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ, അവരുടെ സർവൈവൽ എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളെ കണ്ടിട്ടാണ്. എന്നിട്ട് അവിടെ എല്ലാം നമ്മൾ പറയും ഇവിടെ നമുക്ക് സീറ്റ് കൂട്ടി കൊടുക്കാമോ? അത് പറ്റില്ല. കാരണം ഇവിടെ മറ്റേ കോളേജ് വേണം, മറ്റേ ഫെസിലിറ്റി വേണം, മറിച്ച ഫെസിലിറ്റി വേണം, എല്ലാ സംവിധാനങ്ങളും വേണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ നമുക്ക് സീറ്റൊന്നും കൊടുക്കാൻ കഴിയില്ല. കുട്ടികൾ അവിടെ പോയി പഠിച്ചോട്ടെ. അവിടെ എങ്ങനെയാ? അവിടെ ഒരു നഴ്സിംഗ് കോളേജ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നഴ്സിംഗ് കോളേജിന് ഹോസ്പിറ്റലില്ല. അവരേതെങ്കിലും ഹോസ്പിറ്റലായിട്ട് ടൈപ്പായിട്ട് പറയാം, ആഴ്ചയിൽ ഒരു ദിവസം ഹോസ്പിറ്റൽ ഡേ, ആഴ്ചയിൽ ഒരു ദിവസം ഈ കുട്ടികളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും. ഇതാണ് സിറിഞ്ച്, ഇതാണ് മറ്റേ, ഇത് കാണിച്ചു കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം സംഭവിക്കുക എന്താ? അവിടെ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും അവിടെയാണോ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? അവർ ഡിഗ്രി അവിടെ നഴ്സിംഗ് പരീക്ഷ എഴുതി പാസ്സായ പിറ്റേ ദിവസം അവർ ഇവിടേക്കാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് അവിടെ ഈ സൗകര്യത്തിൽ പഠിച്ച ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെയുള്ള പഠിത്തം കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾ ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റങ്ങളിലൊക്കെ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. പിന്നെ അധ്യാപകരുടെ കാര്യത്തിൽ ഉൾപ്പെടെ പറഞ്ഞു. കോഴ്സുകളുടെ കാര്യത്തിൽ പറഞ്ഞത്, കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് ഇങ്ങനെ പരിപാടി ചെയ്തു വെച്ചു. 5 കൊല്ലം കഴിയുമ്പോൾ അധ്യാപകരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുത്തില്ല. എന്നിട്ട് എന്ത് ചെയ്തു? സർക്കാർ പോകുന്നതിന് മുമ്പ് എല്ലായിടത്തും കോഴ്സ് പ്രഖ്യാപിച്ചു. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് പ്രഖ്യാപിച്ച കോഴ്സുകൾ മാത്രമാണ് നമ്മളിപ്പോൾ അപ്രൂവൽ കൊടുത്തത്. നമ്മൾ പുതുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ക്ലാരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞത്. അന്ന് കൊടുത്തു. അതിനെ അടിസ്ഥാനപ്പെടുത്തി പല മാനേജ്മെൻറ്റുകളും അഡ്മിഷൻ എടുത്തു, അഡ്മിഷൻ പ്രോസസ്സ് നടത്തി. അപ്പോൾ പിന്നെ നമുക്ക് പിന്നോട്ട് പോഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒറ്റ ചോദ്യമുള്ള ആ അലോട്ട്മെൻറ്റ് അല്ല AS ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അന്ന് കൊടുത്ത ആ കോഴ്സുകൾ നമ്മളിപ്പോൾ അത് അപ്രൂവൽ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ പുതുതായിട്ട് കൊടുത്തിട്ടില്ല. പുതിയതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നമ്മൾ സമയം എടുക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാ അനുമോദനങ്ങളും നേരുന്നു. ഈ പരിപാടിക്ക് പ്രചോദനം 2026 എല്ലാ ഭാവങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും MESന്റെ ഉൾപ്പെടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നതായാലും എയ്ഡഡ് മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും, ഈ സ്ഥാപനങ്ങളെയെല്ലാം കൈപിടിച്ചുയർത്തിക്കൊണ്ട് കേരളത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ ആക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയായിരിക്കും ഗവൺമെൻറ് മുന്നോട്ട് പോവുക. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.